പാലാ മാനേജ്മെന്റ് അസോസിയേഷന്റെ 2026-27 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജൂലൈ 17-ന് നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് പാലാ ഹോട്ടൽ സൺസ്റ്റാർ റെസിഡൻസിയിൽ നടക്കുന്ന പരിപാടിയിൽ ICT അക്കാദമി ഓഫ് കേരള ചെയർമാൻ ഡോക്ടർ ടോണി തോമസ് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആഗോള നിലവാരത്തിലേക്ക് വളരുന്നതിൽ ലോക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ പങ്കിനെക്കുറിച്ച് വിശദീകരിക്കും. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പാലാ മാനേജ്മെന്റ് അസോസിയേഷൻ വിദ്യാഭ്യാസം, നേതൃത്വ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം, വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപന സഹകരണം, സാമൂഹിക പ്രതിബദ്ധത എന്നിവ ലക്ഷ്യമാക്കിയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. മാനേജ്മെന്റ് അസോസിയേഷന്റെ 2026-27 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ഈ ജൂലൈ 17-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സൺസ്റ്റാർ റെസിഡൻസി ക്ലബ് ഹൗസിൽ വെച്ച് നടക്കുകയാണ്. അപ്പം അന്ന് നമ്മളുടെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ടോണി തോമസ്. അദ്ദേഹം ICT അക്കാദമി കേരളയുടെ ചെയർമാനാണ്. പിന്നെ PMAയെക്കുറിച്ച് പറയുമ്പോൾ, പാലാ മാനേജ്മെൻറ്റ് അസോസിയേഷനെ കുറിച്ച് 2016 ഒരു 10-15 പേര് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള 15 പേര് കൂടി എളിയ നിലയിൽ തുടങ്ങി ഇന്നിപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാലാ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. അപ്പോൾ നാളിതുവരെ വിദ്യാഭ്യാസം, നേതൃത്വ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം, വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപന സഹകരണം, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവയൊക്കെ ലക്ഷ്യമാക്കി നിരവധി സെമിനാറുകളും പ്രഭാഷണങ്ങളും പരിശീലന പരിപാടികളും PMA വിജയകരമായി സംഘടിപ്പിച്ചു വരുന്നു. സംഘടനയുടെ ആദ്യ 10 വർഷങ്ങൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ അടുത്ത 5 വർഷത്തേക്കുള്ള സമഗ്ര വികസന രേഖയായ PMA വിഷൻ 2030 രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PG മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് മാട്ടേൽ, സെക്രട്ടറി ജനറൽ ലിസൺ മാത്യു, പ്രോഗ്രാം സെക്രട്ടറി മാത്യു കോക്കാട്, ട്രഷറർ മൈക്കിൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു.